ഫ്രണ്ട്സ്, റിയാലിറ്റി എന്താണെന്നാൽ ഇനി നിങ്ങൾക്ക് വെറും 5-6 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഓൾറെഡി 6 മാസം കഴിഞ്ഞു പോയി. ബട്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് എന്ത് പറയുമെന്നാൽ ഇനിയും 6 മാസമല്ലേ, എല്ലാം റെഡിയാക്കാം എന്നുള്ളതായിരിക്കും. ബട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഞാനിപ്പോൾ പറയാം. 2017 ജപ്പാനിലെ സുക്കുബ എക്സ്പ്രസ് ട്രെയിന് സംഭവിച്ച ഒരു കാര്യമാണിത്. പതിവ് പോലെ ഒരു ദിവസം രാവിലെ ആ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോകുന്നു. ഓഫീസിലേക്കും മറ്റുമായി ഒരുപാടധികം യാത്രക്കാരും അതിലുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ദിവസം ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു. ജപ്പാൻ റെയിൽവേ അധികൃതർ മൊത്തം ജപ്പാനിലെ ആളുകളോടും മീഡിയാസിനോടും ക്ഷമാപണം നടത്തുകയാണ്. ഇത് ആക്ച്വലി ആ ട്രെയിൻ ആക്സിഡന്റ് ആയതുകൊണ്ടോ ആർക്കും പരിക്ക് പറ്റിയതുകൊണ്ടോ ആയിരുന്നില്ല. നേരെ മറിച്ച് ആ ഒരു ട്രെയിൻ അന്നേ ദിവസം 20 സെക്കൻഡ് നേരത്തെ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് എടുത്തു. ആ ഒരു ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടല്ല, അതിൻ്റെ ആക്ച്വൽ സമയത്തേക്കാളും 20 സെക്കൻഡ് നേരത്തെ ആ ഒരു ട്രെയിൻ എടുത്തതുകൊണ്ടാണ് ആ ഒരു റെയിൽവേ മൊത്തം എല്ലാ ആളുകളോടും ക്ഷമാപണം നടത്തിയത്. കാരണം ജപ്പാൻകാർ വിശ്വസിക്കുന്നത് നിങ്ങൾ ഒരാളുടെ 20 സെക്കൻഡ് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാളുടെ ആ ഒരു ദിവസത്തെ മുഴുവൻ പ്ലാനും കൊലാപ്സ് ആകും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ അവർ ലൈഫിലെ ഓരോ സെക്കൻഡിനെയും ഒരു ഗോൾഡ് കോയിൻ പോലെ കാണുന്നു. ഇതുകൊണ്ടാണ് 2ാം ലോക മഹായുദ്ധത്തിൽ അണുബോംബിട്ട് തകർന്നു പോയ ഒരു നാട് ഇന്ന് ഈ ലോകത്തിലെ തന്നെ ടോപ്പ് എക്കണോമിയായി വളർന്നു നിൽക്കുന്നത്. അവർ അവരുടെ ടെക്നോളജിക്കല്ല, സമയത്തിനാണ് മൂല്യം നൽകുന്നത്. എന്നാൽ നമ്മളോ കഴിഞ്ഞ 6 മാസത്തിൽ എത്ര 20 സെക്കൻഡ് സോഷ്യൽ മീഡിയസിൽ മാത്രമായിട്ട് വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. വെറുതെ സമയം പാഴാക്കിയിട്ട് പിന്നെ ഇതുപോലൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ട് ഇനി കാര്യങ്ങൾ സെറ്റാക്കുമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് യാതൊരു യൂസും ഇല്ല. സോ ഈ ജൂലൈയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. പെട്ടെന്നായിരിക്കും ഡിസംബർ വരിക. ആൻഡ് അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പറയും, ഇനി ഡിസംബർ ആയില്ലേ, ഈ വർഷവും എന്തായാലും പോയി, ഇനി അടുത്ത വർഷം എല്ലാം ശരിയാക്കാമെന്ന്. ഇങ്ങനെ നിങ്ങളുടെ ടൈം പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. മെഡിക്കൽ എക്സ്പെൻസസ് അധികമാകുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റിയും വർദ്ധിക്കുന്നു. ഈ 2026 നിങ്ങളൊരു ഫൈനാൻഷ്യൽ ബ്രേക്ക് എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അടുത്ത 5 വർഷമാകുമ്പോഴും ഇതേ റീൽസും കണ്ട് മറ്റുള്ളവരുടെ വിജയത്തിൽ കൈയടിച്ച് ഈ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ തന്നെ നിങ്ങൾ ജീവിക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് തന്നെ മതിയോ അതോ മാറണോ? ഒരു സ്ഥലത്ത് സൈലൻ്റായിരുന്ന് നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ 2026 എന്ന വർഷം ആരംഭിച്ചപ്പോൾ ഈ വർഷത്തിൽ എൻ്റെ ലൈഫിനെ ഞാൻ മാറ്റും, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യും, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ മാറ്റുമെന്ന് നിങ്ങളെടുത്ത ഒരു പ്രോമിസിന് എന്ത് സംഭവിച്ചു എന്ന്. അതേ 9 to 5 ജോബ് ടയേർഡ്നെസ്, അതേ ഇൻസ്റ്റഗ്രാം റീൽ സ്ക്രോളിംഗ്, നാളെ ചെയ്യാമെന്നുള്ള അതേ മെൻറ്റാലിറ്റി, ഇതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. ആൻഡ് അങ്ങനെ പകുതി വർഷവും കഴിഞ്ഞു പോയി. ബട്ട് ഫ്രണ്ട്സ്, ഡോണ്ട് വറി, കഴിഞ്ഞത് കഴിഞ്ഞു, അതോർത്തിനി വിഷമിക്കേണ്ട. എന്നാൽ ഇനിയുള്ള സമയം നിങ്ങൾ ശരിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിച്ച എന്തും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നം നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് കാര്യങ്ങളെ മാറ്റിവെക്കുന്നതാണ്. അവസാനം കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ഒരു പെയിൻ എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ബട്ട് ഫ്രണ്ട്സ്, ഇവിടെയാണ് ഒരു ഹ്യൂമൻ സൈക്കോളജി സീക്രട്ട് മറഞ്ഞിരിക്കുന്നത്. ന്യൂറോ സയൻറ്റിസ്റ്റായ ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നത്, എപ്പോഴാണോ ഒരു മനുഷ്യൻ താൻ ചെയ്യുന്ന പ്രവൃത്തി മൂലം തനിക്ക് വലിയൊരു ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അയാളുടെ ബ്രെയിനിലെ സർവൈവൽ മോഡ് ഓൺ ആകുന്നത്. സോ അയാൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി തൻ്റെ എക്സ്ട്രീം ഫോക്കസോട് കൂടി വർക്ക് ചെയ്യാൻ അപ്പോൾ തയ്യാറാകുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കരിയർ നശിക്കാൻ പോകുന്നു, ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ലൈഫ് മാറില്ല എന്നുള്ള പേടി നിങ്ങളിൽ വരുമ്പോഴാണ് മാറ്റം നിങ്ങളിൽ ആരംഭിക്കുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളത് കേവലം ഒരു മോട്ടിവേഷൻ വീഡിയോ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൻ്റെ കമ്പാക്കിനായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ബ്ലൂ പ്രിൻ്റ് ആണ്. സോ ഫസ്റ്റ്, സമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 1849 റഷ്യയിൽ നടന്ന ഈ ഒരു യഥാർത്ഥ സംഭവത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഫിയാദോർ ഡെസ്റ്റോയോവ്സ്കി എന്ന ഒരു യുവ എഴുത്തുകാരന് വധശിക്ഷ വിധിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു ഗ്രൗണ്ടിൽ നിർത്തി തോക്കുകൊണ്ട് വധിക്കാൻ റഷ്യൻ പട്ടാളം റെഡിയായിട്ട് നിൽക്കുന്നു. ഇനി വെറും 5 മിനിറ്റിനുള്ളിൽ താൻ മരിക്കുമെന്ന് ഡെസ്റ്റോയോവ്സ്കി മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആ ഒരു 5 മിനിറ്റിലെ ആദ്യത്തെ 2 മിനിറ്റ് തൻ്റെ ഫ്രണ്ട്സിനോട് ഗുഡ് ബൈ പറയാൻ യൂസ് ചെയ്യാം. അടുത്ത 2 മിനിറ്റ് താൻ ജീവിച്ച ഈ ലോകത്തെ, ഈ പ്രകൃതിയെ അവസാനമായി ഒന്നുകൂടി ഒന്ന് കാണാൻ വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് അവസാനത്തെ 1 മിനിറ്റ് ദൈവത്തോട് ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു 5 മിനിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന് വളരെ പ്രീഷ്യസ് ആയിട്ട് തോന്നിയത്.
എന്നാൽ അവസാന നിമിഷത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മിറാക്കിൾ സംഭവിച്ചു. രാജാവിൻ്റെ അടുത്തുനിന്ന് ഒരു കൽപ്പന വരുന്നു, ഇയാളെ വധിക്കേണ്ട, ഇയാളുടെ ശിക്ഷ ഇളവ് ചെയ്തിരിക്കുന്നു എന്ന്. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഡസ്റ്റോവസ്കി അന്നൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ എൻ്റെ ലൈഫിലെ ഓരോ നിമിഷത്തെയും ഞാൻ മരിക്കാൻ പോയ ആ ഒരു 5 മിനിറ്റ് പോലെ കാണും, ഒരു സെക്കൻഡ് പോലും ഞാൻ വേസ്റ്റ് ചെയ്യില്ല എന്ന്. അതിനുശേഷമാണ് അദ്ദേഹം ലോകപ്രശസ്തമായ കൃതികൾ എഴുതി ഒരു പ്രശസ്ത എഴുത്തുകാരനായിട്ട് മാറിയത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ 6 മാസത്തിൽ നമ്മൾ എത്ര 5 മിനിറ്റ് വെറുതെ ഇരുന്നും മൊബൈലിൽ സ്ക്രോൾ ചെയ്തും വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്. നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ കൊണ്ട് ഇതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ മറ്റാർക്കും നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ സാധിക്കില്ല. സോ നെക്സ്റ്റ് 5 മന്ത് ഒരു ഡാർക്ക് ഹോഴ്സ് കംബാക്ക് മോഡിലേക്ക് നിങ്ങൾ പോകണം. അതായത് അടുത്ത 6 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് ഹോഴ്സിനെ പോലെയുള്ള ഒരു പവർഫുൾ കംബാക്ക് നൽകാൻ ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുക. നമ്പർ 1, ദ 90 ഡേയ്സ് ഗോസ്റ്റ് മോഡ്. അടുത്ത 90 ദിവസത്തേക്ക് സോഷ്യൽ മീഡിയാസിൽ നിന്ന് നിങ്ങൾ അപ്രത്യക്ഷനാവുക. ഗോസ്റ്റ് മോഡ് എന്നാൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും, എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ ഫോണിലുള്ള ഇൻസ്റ്റാഗ്രാം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ ആപ്സിനെയും അടുത്ത 90 ദിവസത്തേക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഗോൾസിലേക്ക് മാത്രമായിട്ട് നൽകുക. ഒരു വലിയ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാടധികം കാര്യങ്ങളെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടും വരും. ഇതാണ് റിയാലിറ്റി. ഫ്രണ്ട്സിന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളിലെ മടി, അലസത, ഓവർ തിങ്കിങ്, അഡിക്ഷൻസ് ഇതൊക്കെ കാരണം കൊണ്ട് ലൈഫിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് നിങ്ങളിലെ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ഇതൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ദിവസേന നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, ദ മൈക്രോ ഹാബിറ്റ് ഇൻവേർഷൻ. ഞാൻ നാളെ മുതൽ 5 മണിക്കൂർ പഠിക്കും, ഇങ്ങനെയുള്ള വലിയ പ്ലാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളിതിൽ ഫെയിലാകും. സോ അതിന് പകരം 2 മിനിറ്റ് മാത്രം എല്ലാറ്റിനും വേണ്ടി യൂസ് ചെയ്യുക. ബുക്ക് വായിക്കണമെങ്കിൽ ദിവസവും 2 പേജ് മാത്രം വായിക്കുക. ഇനി കോഡിംഗ് പഠിക്കണമെങ്കിൽ ദിവസവും 2 മിനിറ്റ് മാത്രം അതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻസിറ്റിയേക്കാളും ഇമ്പോർട്ടൻറ്റ് കൺസിസ്റ്റൻസിക്കാണ്. ദിവസവും 1% ഇമ്പ്രൂവ് ആവുക. സോ അടുത്ത 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിലൂടെ നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. നമ്പർ 3, ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ മടിയനാണെന്ന് പറയുന്നത് നിർത്തുക. നിങ്ങളെ ഒരു വാരിയറെ പോലെ കാണുക. നിങ്ങളുടെ സമയത്തെ നന്നായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു പേഴ്സണെ പോലെ കാണുക. നിങ്ങളുടെ ചിന്തകൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയും താനെ മാറും. നമ്പർ 4, അഗ്രസീവ് ഫൈനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി. ഈ 6 മാസം നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള എല്ലാ ചിലവുകളും സ്റ്റോപ്പ് ചെയ്യുക. ഒരു 100 രൂപ സ്പെൻഡ് ചെയ്താലും അത് ഡയറിയിൽ നോട്ട് ചെയ്യുക. നിങ്ങളിങ്ങനെ ലാഭിക്കുന്ന ആ ഒരു കാശ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയറിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുക. ഫ്രണ്ട്സ്, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സ്കിൽ ഏൺ ചെയ്യാനും അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും പഠിക്കാനും വേണ്ടി പണം ചിലവഴിക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് എന്ന്. കാരണം ഇതിലൂടെ നിങ്ങളുടെ സമയത്തെ സേവ് ചെയ്യാനും നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ലോകത്തെ വെറുതെ നിങ്ങൾ നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ താഴേക്ക് വലിച്ചിട്ട് മുന്നേറിപ്പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പാരൻസിൻ്റെ വയസ്സും കൂടി വരുന്നു. അവരെ നന്നായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഡിസംബർ 31, 2026 നൈറ്റ് 12 മണിക്ക് ഈ വർഷം ഞാൻ വിചാരിച്ചത് ഞാൻ സാധിച്ചിരിക്കുന്നു എന്ന് പ്രൗഡ്ലി കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ പറയണോ? അതോ ഈ വർഷവും ഞാൻ വേസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ആ ഒരു റിഗ്രറ്റോട് കൂടി അടുത്ത വർഷത്തേക്ക് കടക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോ നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഐ ആം ബാക്ക് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.